എല്ലാവരെയും അലട്ടുന്ന ഒരു കാര്യമാണ് മുടി കൊഴിച്ചിൽ, അല്ലേ? എന്നാൽ എല്ലാത്തരം മുടി കൊഴിച്ചിലും ഒരേപോലെയുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണങ്ങൾ പലതാവാം. ചിലപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ, ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ, പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ, അതല്ലെങ്കിൽ സ്കാൽപ് സോറിയാസിസ് പോലെയുള്ള ചില അസുഖങ്ങൾ, താരൻ, അങ്ങനെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. ഇതിൽ തന്നെ നമ്മൾ സ്ത്രീകളുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരിൽ ആൻഡ്രോജെനിക് അലോപേഷ്യ എന്ന് പറയുന്ന ഒരു തരം മുടി കൊഴിച്ചിൽ, അതായത് കുറച്ച് പാരമ്പര്യമായിട്ട് വരുന്ന മുടി കൊഴിച്ചിൽ, നമ്മൾ കഷണ്ടി എന്നൊക്കെ പറയുന്നത് ഫീമെയിൽസിൽ കാണുന്നത് ഒരു പ്രത്യേകതരം പാറ്റേണിലാണ്. പുരുഷന്മാരിൽ കാണപ്പെടുന്ന കഷണ്ടി അത് ഫീമെയിൽസിൽ വരുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഈ മുടി വകക്കുന്ന നമ്മുടെ ഒരു പാർട്ടീഷൻ കണ്ടോ, അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. അതായത് ഈ വകപ്പ് ഇങ്ങനെ വൈഡനായി വരും, കണ്ടോ? ഇതിങ്ങനെ വൈഡനായി അവസാനം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകും. അതായത് മുടി എന്ന് പറയുന്നത് നമുക്ക് സൗന്ദര്യവും ആത്മവിശ്വാസവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇത്രയും സിവിയർ ആയിട്ടുള്ള ഒരു ഫോമിലേക്കൊക്കെ നമ്മുടെ ഹെയർ ഫോൾ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന എന്തെങ്കിലും ഒക്കെ വാങ്ങി ഉപയോഗിച്ച് നോക്കാതെ കൃത്യമായ രോഗനിർണയം നടത്തി നേരത്തെ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ മരുന്നുകളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും നോ എന്നാണ് ഉത്തരം. എല്ലാ ഷാമ്പുകളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാ തരം ഹെയർ സെറംസും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന സെറംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കുറെ കണ്ടന്റ്സ് ഉണ്ട്. ഈ കണ്ടന്റ്സിൽ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഉപയോഗങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിക്കും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറെ പൈസ പോകും എന്നുള്ളതല്ലാതെ നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മുടി കൊഴിച്ചിലിന് വേണ്ടി കുറെ തരം ആയുർവേദിക് എണ്ണകൾ, അതുപോലെ തന്നെ കുറെ സെറംസ് ഒക്കെ നമുക്കിപ്പോ ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആണ്. എല്ലാം ഒന്നും വാങ്ങി ട്രൈ ചെയ്ത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഒരുപാട് കൂട്ടരുത്. മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ അതായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ ആദ്യം പരിശോധിക്കും. അവരുടെ മുടി കൊഴിച്ചിൽ എത്രത്തോളം സിവിയർ ആണെന്ന് നമ്മൾ ആദ്യം പരിശോധിക്കും. അതിന് നമുക്ക് ഹെയർ പുൾ ടെസ്റ്റ് പോലുള്ള ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് ഞങ്ങളെ പോലെയുള്ള സ്കിൻ ഡോക്ടേഴ്സ് ചെയ്ത് നോക്കും. എന്നിട്ട് മുടി കൊഴിച്ചിൽ സിവിയർ ആണെങ്കിൽ എത്രത്തോളം സിവിയർ ആണെന്നൊക്കെ ഞങ്ങൾ അസസ് ചെയ്യും. അതിനുശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. അതായത് വൈറ്റമിൻ ചെക്ക് ചെയ്യും. വൈറ്റമിൻ ഡി, തൈറോയിഡ്, അതുപോലെ നമ്മൾ സെറം ഫെറിറ്റിൻ, ഹീമോഗ്ലോബിൻ അല്ല, സെറം ഫെറിറ്റിൻ. ഫെറിറ്റിൻ എന്ന് പറയുന്നത് അയൺ സ്റ്റോറേജ് ആണ്. അതാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന മുടി കൊഴിച്ചിലിനെ പറ്റി നേരത്തെ നമുക്ക് ഒരു ഐഡിയ തരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കി ഇത് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ നമുക്ക് ഒരിക്കലും ഒരു റിസൾട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അബ്നോർമൽ ആയിരുന്നാൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി, അത് ശരിക്കും ഒരു 50 വേണം നല്ല രീതിയിൽ നമുക്ക് മുടി കൊഴിച്ചിലില്ലാതിരിക്കാൻ എന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യം നോക്കി അത് കറക്റ്റ് ചെയ്ത് അതിനുശേഷവും മുടി കൊഴിച്ചിൽ നിന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. അതുപോലെ തന്നെ ഈ ഹെയർ സെറംസിലുള്ള ഓരോ കണ്ടന്റ്സിനും ഓരോ യൂസ് ആണുള്ളത്. അത് ഒരു ഡോക്ടർക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്ത് തന്നെ ഹെയർ ഫോളിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുക.